അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ നൂതനമായ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം പഠിച്ച ഭാഗങ്ങൾ ഒന്ന് ചൊല്ലി നോക്കിയിട്ടാവാം ഇന്നത്തെ പഠനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുണ്യകീർത്തി എന്ന നാമം മുതൽക്കാണ് നാം ആരംഭിച്ചത്. അതൊന്ന് ചൊല്ലാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമരിശരൂപിണീ വിദ്യാ വിയദാദി ജഗൽപ്രസൂ സർവവ്യാധിപ്രശമനീ സർവമൃത്യുനിവാരിണീ അഗ്രഗണ്യാചിന്യരൂപ കലികൽമഷനാശിനി കാത്യായനീ കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖീ ദാഡിമീ കുസുമപ്രഭാ മൃഗാക്ഷീ മോഹിനീ മുഖ്യ മൃഡാനീ മിത്രരൂപിണീ നിത്യതൃപ്താ ഭക്തനിർനിയന്ത്രീ നിഖിലേശ്വരീ മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണീ പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണീ മാധ്വീപാനാലസാമത്ത മാതൃകാവർണ്ണരൂപിണീ. ഈ ചൊല്ലിയ ഭാഗത്ത് സംശയം വരാൻ ഇടയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ബർബരാളക എന്നുള്ളത് ചില പുസ്തകത്തിൽ ബന്ധുരാളക എന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രണ്ടും ശരിയാണ്. പിന്നെ വിമർശരൂപിണി എന്ന് കഴിഞ്ഞ് അവസാനം വിയദാദി ജഗത് പ്രസൂഹു, അത് വിയദാദി ജഗത് പ്രസൂഹു എന്നുച്ചരിച്ചാൽ തെറ്റില്ല. വിയദാദി ജഗത് പ്രസൂഹ് എന്നുച്ചരിച്ചാലും തെറ്റില്ല. അതുപോലെ കാത്യായനിയാണോ കാർത്യായനിയാണോ എന്ന് സംശയം വരാൻ സാധ്യതയുണ്ട്. കാത്യായനി എന്നേ ഉള്ളൂ. കാത്യായനി എന്നാണ് അവിടെ കതൻ എന്ന മുനിയുടെ മകളായിട്ട് ജനിച്ചതുകൊണ്ടാണ് കാത്യായനി എന്ന് പേര്. അപ്പോൾ അവിടെ കാർത്യായനി എന്ന് വേണമെന്നില്ല, കാത്യായനി എന്ന് മതി. പിന്നെ നിത്യതൃപ്ത ഭക്ത നിധിർനിയന്ത്രി, അത് ശ്രദ്ധിക്കുക. മൈത്ര്യാദിവാസന ആലഭ്യ എന്നല്ല, മൈത്ര്യാദിവാസനാലഭ്യ എന്നാണ്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരാശക്തി പരാനിഷ്ഠ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ശരി. ഇപ്പം ഇന്ന് 578 നാമം മഹാകൈലാസനിലയ എന്നത് മുതൽ ആരംഭിക്കാം. മഹാകൈലാസനിലയ മൃണാളമൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. ഇവിടെ മഹാകൈലാസ നിലയ കൂടി ചേർന്ന് മഹാകൈലാസനിലയ എന്നാവുന്നു. പിന്നെ മൃണാളമൃദുദോർലത, മൃണാളമൃദുദോർലത, മൃണാള
മൃദു ദോഹ് ലത ഒക്കെ കൂടി ചേരുമ്പോഴാണ് മൃണാള മൃദു ദോർലത എന്നാവുന്നത്. പിന്നെ മഹനീയ, പരിചയമുള്ള വാക്കാണ് മഹനീയ. ദയാമൂർത്തി, ദയാമൂർത്തി വിസർഗമുണ്ട്. അപ്പോൾ മഹനീയ ദയാമൂർത്തി. മഹാസാമ്രാജ്യശാലിനി, മഹാസാമ്രാജ്യശാലിനി കൂടി ചേർന്ന് മഹാസാമ്രാജ്യശാലിനി. അപ്പോൾ ദയാമൂർത്തി എന്നുള്ള വിസർഗമുള്ള വാക്കും മഹാസാമ്രാജ്യശാലിനി എന്നും കൂടി ചേരുമ്പോൾ ദയാമൂർത്തിർ മഹാസാമ്രാജ്യശാലിനി എന്ന് ചൊല്ലണം. അപ്പം എങ്ങനെയാണ് ആ ശ്ലോകം? മഹാകൈലാസനിലയ മൃണാള മൃദു ദോർലത. ശ്രദ്ധിക്കുക, മൃണാള മൃദു ദോ എന്നൊക്കെ മൃദോർലത അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് പോവരുത്, എല്ലാ അക്ഷരവും ഉച്ചരിക്കണം. മൃണാള മൃദു ദോർലത, മൃണാള മൃദു ദോർലത എന്ന് ഉച്ചരിക്കുക. ഇനി മഹനീയ ദയാമൂർത്തിർ മഹാസാമ്രാജ്യശാലിനി ദീർഘം. ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത. ശ്രീഷോഡശാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക. ഇത്രയും ആണ് അടുത്ത ശ്ലോകത്തിലുള്ള നാമങ്ങൾ. ആത്മവിദ്യ വളരെ മനോഹരങ്ങളായ നാമങ്ങളാണ്. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ എന്നിങ്ങനെയുള്ള ദേവിയുടെ 3 നല്ല രസമുള്ള നാമങ്ങൾ. പിന്നെ കാമസേവിത അടുത്ത നാമം. അത് കഴിഞ്ഞ് ശ്രീഷോഡശാക്ഷരീ വിദ്യ. അത് ശ്രീ എന്ന് മുറിക്കണ്ട, ശ്രീ ഷോഡശാക്ഷരി അങ്ങനെ ചൊല്ലിടണ്ട, ഒന്നിച്ച് ശ്രീഷോഡശാക്ഷരീ വിദ്യ എന്നൊന്നിച്ച് ചൊല്ലുക. ത്രികൂട ഒരു നാമം, കാമകോടിക അടുത്ത നാമം. അതിന് ശേഷമുള്ള നാമം മുറിക്കാതെ ഒന്നിച്ച് ഒരു വരി മുഴുവൻ ഒറ്റ നാമമാണ്. അപ്പം അത് ചൊല്ലുമ്പോൾ മുറിയാൻ പാടില്ല. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ഒറ്റ നാമം. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. അതൊന്നിച്ച് ചൊല്ലണം മുറിയാതെ. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ഒന്നിച്ച്. അടുത്തത് ശിരസ്ഥിത. പിന്നീട് ചന്ദ്രനിഭ. അടുത്തത് ഫാലസ്ഥ. പിന്നെ ഇന്ദ്രധനു പ്രഭ. ഫാലസ്ഥ, ഇന്ദ്രധനു പ്രഭ. അത് ശ്രദ്ധിക്കുക, അതവിടെ 2 വാക്കല്ല, വിസർഗം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് 2 വാക്കല്ല. അപ്പോൾ നമ്മൾ ദുഃഖം എഴുതുന്നത് പോലെ ഒരൊറ്റ വാക്കാണ്. ഇന്ദ്രധനുസ്സിൻ്റെ പ്രഭ. അപ്പോൾ അതാണ് ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ല്. ആ മഴവില്ല് പോലത്തെ പ്രഭയോട് കൂടിയിട്ടുള്ള കാന്തി ദേവിക്കുണ്ട്. അതാണ് ഇന്ദ്രധനു പ്രഭ. ഇതാണ്. അപ്പം അത് ശ്രദ്ധിച്ചുച്ചരിക്കണം ആ നാമം. ഇന്ദ്രധനു പ്രഭ, ഇന്ദ്രധനു പ്രഭ. ഇന്ദ്രധനുഹു പ്രഭ എന്ന അരുതേനും, അവിടെ ഹു എന്ന് ഇടയ്ക്ക് വെക്കരുത്. ഇന്ദ്രധനു പ്രഭ എന്ന് ഒന്നിച്ച് ഉച്ചരിക്കുക. ശ്രദ്ധിക്കണം, ഇന്ദ്രധനു പ്രഭ. അടുത്തത് ഹൃദയസ്ഥ. അടുത്ത നാമം രവിപ്രഖ്യ, രവിപ്രഖ്യ. അടുത്ത നാമം ത്രികോണ അന്തരദീപിക, ത്രികോണ അന്തരദീപിക, ത്രികോണ അന്തരദീപിക. ദാക്ഷായണി അടുത്ത നാമം. പിന്നീട് ദൈത്യഹന്ത്രി. പിന്നീട് ദക്ഷയജ്ഞവിനാശിനി. ഇതൊക്കെ പരിചയമുള്ള
വാക്കുകളാണ്. അപ്പോൾ ആ 2 ശ്ലോകങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചൊല്ലി നോക്കാം. ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രികൂടാ കാമകോടിക കടാക്ഷകിങ്കരീഭൂതകമലാകോടിസേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്ഥേന്ദ്രധനുഃ പ്രഭ ഹൃദയസ്ഥാ രവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ഇനി അടുത്തത് ദരാന്തോലിതദീർഘാക്ഷി ദരാന്തോലിതദീർഘാക്ഷി ദര ആന്തോലിത ആന്തോളിത്ത എന്നായാലും വിരോധമില്ല, ലള 2 അക്ഷരങ്ങളും വിരോധമില്ല. ദരാന്തോലിത ദീർഘാക്ഷി. ഇനി ദരഹാസോജ്വലന്മുഖി. ദര എന്ന് പറഞ്ഞാൽ വളരെ മന്ദമായിട്ട് നർത്ഥം. ദരഹാസ ഉജ്വലന്മുഖി ദരഹാസ ഉജ്വലന്മുഖി. ഇനി അടുത്ത നാമം ഗുരുമൂർത്തി. ഗുരുമൂർത്തി വിസർഗമുണ്ട്. ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂ. അതും വിസർഗമുള്ള വാക്കാണ്. അപ്പം ഇവിടെ ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ എന്ന് ചൊല്ലണം. ഗുരുമൂർത്തി വിസർഗമുണ്ട്, ഗുണനിധി വിസർഗമുണ്ട്, ഗോമാതാ വിസർഗല്യ, ഗുഹജന്മഭൂ ഇത്രയും നാമങ്ങൾ. അപ്പോൾ എന്താണ്? ദരാന്തോലിത ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ. പിന്നീട് ദേവേശി. അടുത്ത നാമം ദണ്ഡനീതിസ്ഥ. ദണ്ഡനീതിസ്ഥ ഒരു നാമം. പിന്നീട് ദഹരാകാശരൂപിണി. ദഹര ആകാശരൂപിണി. അപ്പം ദഹരാകാശരൂപിണി എന്ന് ദേവിയുടെ ഒരു നാമം. അടുത്ത നാമം മുറിയാതെ ചൊല്ലണം. പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത. ഒന്നിച്ച് ചൊല്ലണം. പ്രതിപന്മുഖ്യരാകാന്ത എന്ന് മുറിക്കരുത്. പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത ഒന്നിച്ച് ചൊല്ലുക. പിന്നീട് കലാത്മിക എന്നൊരു നാമം. അടുത്ത നാമം കലാനാഥ. പിന്നീട് കാവ്യാലാപ വിനോദിനി. കാവ്യ ആലാപ വിനോദിനി. ഇനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത എന്നൊരൊറ്റ നാമം. അതിസുന്ദരമാണ് ഈ നാമം. ഇങ്ങനത്തെ അനവധി നാമങ്ങളുണ്ട്. ഇതൊക്കെ അർത്ഥം പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് രസമായിട്ട് അത് അനുഭവിക്കാം. സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. ഇത് മുറിക്കരുത്, ഒന്നിച്ച് ചൊല്ലണം. അവിടെ ചിലപ്പോൾ സചാമര എന്നൊക്കെ ഈ സംസ്കൃതം ആയിട്ട് ബന്ധമുള്ള ആൾക്ക് സച അമര എന്നൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷെ അങ്ങനെയല്ല. സചാമര, ചാമരത്തോടു കൂടിയ. അതിൻ്റെ അർത്ഥം സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. ചാമരം പിടിച്ച രമയും ലക്ഷ്മീദേവിയും വാണീദേവിയും ഇടത്തും വലത്തുമായിട്ട് നിന്നിങ്ങനെ സേവിക്കപ്പെടുന്നവൾ എന്നാണ്. നോക്കൂ, അങ്ങനെയാണ് ഓരോ നാമങ്ങളും ഇങ്ങനെ പഠിക്കുമ്പോൾ നല്ല
രസമുണ്ടാവും. അപ്പോൾ ഇതാണ് അവിടെ. അപ്പോൾ സചാമര എന്ന വാക്കാണ്, സചാമര എന്നല്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ചൊല്ലുന്ന സമയത്ത്. സചാമര രമാവാണീ സവ്യദക്ഷിണ സേവിത. അപ്പം ഇന്ന് ഇത്ര മതി. ഇനി ഇതിൽ ചൊല്ലാൻ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ചൊല്ലാം. ഗുരുമൂർത്തിർഗുണനിധിർഗോമാതാ ഗുഹജന്മഭൂ കഴിഞ്ഞ് ദേവേശീ ദണ്ഡനീതിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡലപൂജിത കലാത്മികാ കലാനാഥ കാവ്യാലാപവിനോദിനി സചാമര രമാവാണീ സവ്യദക്ഷിണ സേവിത. അത്രയും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.